അപ്പോൾ മക്കളെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് AC applied to resistor. ഫസ്റ്റ് വീഡിയോ AC ഫണ്ടമെന്റൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ചെയ്യാൻ പോകുന്നതെല്ലാം ഡെറിവേഷൻസ് AC applied to resistor, AC applied to inductor and AC applied to capacitor, then RL, RC, RLC series circuit. ഇതാണ് ഒരു സീരീസ് ഓഫ് വീഡിയോസ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്താണ്? AC applied to resistor. Resistor നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. Resistor is a material which opposes the flow of current. ആണല്ലോ, കറണ്ടിന്റെ ഡിറക്ഷനെ ഒപ്പോസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് റെസിസ്റ്റർ. ഇനി നമ്മൾ ഇവിടെ റെസിസ്റ്ററിന് AC ആ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ സർക്യൂട്ട് വരച്ച് ഡെറിവേഷൻ എഴുതാം. ദിസ് ഇസ് കോൾഡ് ദ റെസിസ്റ്റർ ആൻഡ് AC വോൾട്ടേജ് അല്ലെ. AC വോൾട്ടേജ് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. This is the total supply voltage V, AC voltage V, which is V is equal to എന്ത് കിട്ടും? Vm sin omega t, and the resistance constant is R. Okay അല്ലേ? Resistance constant is R. ഇവിടെ നമുക്ക് ഇവിടെ ഈ സപ്ലൈ വോൾട്ടേജ് V കൊടുത്തപ്പോൾ ഈ റെസിസ്റ്ററിൽ കൂടെ പോകുന്ന കറണ്ട് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ദാറ്റ് ഈസ് AC applied to resistor. കറണ്ട് കണ്ടുപിടിക്കാൻ പോവാ. കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യമേ തന്നെ ഓംസ് ലോ V is equal to IR എന്ന് അറിയാം. ആ ഇക്വേഷൻ വേണം. ഇപ്പൊ ഇവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? ടോട്ടൽ സപ്ലൈ വോൾട്ടേജ് V is equal to I into R ആണല്ലോ. ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്? Vm sin omega t into R is equal to I into the resistance R കിട്ടിയല്ലോ, R. അപ്പോ ഇവിടുത്തെ കറണ്ട് I എന്തെന്ന് എഴുതാം? Vm sin omega t the whole divided by R. That is Vm by R into sin omega t എന്ന് കൊടുക്കാം അല്ലെ. Vm by R into sin omega t, where V is equal to IR ൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് the current I is equal to V by R. കറണ്ട് വോൾട്ടേജ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് കിട്ടിയാൽ അത് കറണ്ട് ആണ് അല്ലെ. V by R ചെയ്താൽ നമുക്ക് കിട്ടുന്ന ടേം is the current. അങ്ങനെയാണെങ്കിൽ Vm by R നെ നമുക്ക് എന്തെന്ന് പറയാം? V is the voltage, പക്ഷെ Vm is the maximum value of voltage divide by the resistance R ആണ് അല്ലെ. അപ്പൊ Vm by R നെ നമുക്ക് കിട്ടുന്ന കറണ്ട് എന്തെന്ന് പറയാം? മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് കിട്ടും. ഓക്കെ, മാക്സിമം വാല്യൂ ഓഫ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ചെയ്താൽ മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് കിട്ടും. ദാറ്റ് മീൻസ് ദിസ് I is equal to Vm by R into sin omega in omega t, which is the required current equation. ഓക്കെ, ഇതാണ് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്ന കറണ്ട് ഇക്വേഷൻ. I is equal to Im. പവർ ഇൻ റെസിസ്റ്റർ, റെസിസ്റ്ററിലുള്ള പവർ. പക്ഷെ എപ്പോഴാ പവർ ഇൻ ദ റെസിസ്റ്റർ? വെൻ AC is applied അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്ന AC വോൾട്ടേജ് ആകുമ്പോൾ ഉള്ള പവറിന്റെ ഇക്വേഷൻ. P is equal to VI. മിസ് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. The entire electrical system lies in two equations, which is the first one is the Ohm's law, V is equal to IR, and the second one is the power equation, P is equal to VI. ഇവിടെ നമ്മൾ പവർ കണ്ടുപിടിക്കാൻ P is equal to VI തന്നെ എടുത്തു. As the AC voltage is applied, the input voltage V is equal to Vm sin omega t, and the corresponding current which obtained by applying the AC voltage V കൊടുത്തപ്പോൾ എന്താ കിട്ടിയേ? Im sin omega t അല്ലെ. I is equal to Im sin omega t. അപ്പൊ പവർ ഇക്വേഷൻ P is equal to V ക്ക് കറസ്പോണ്ടിങ് Vm sin omega t into കറണ്ടിന് എന്ത് കൊടുക്കണം? Im sin omega t കൊടുക്കണം. ഈ ഡെറിവേഷൻ നിങ്ങൾ എന്റെ കൂടെ എഴുതിയെടുക്കണം കേട്ടോ. ദാറ്റ് is Vm into Im, അത് Vm Im എന്ന് എഴുതുക, into sin omega t into sin omega t is sin square omega t അല്ലെ, sin square omega t. ഇനി ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മിസ് ഇപ്പൊ ഈ സൈഡിലായിട്ട് എഴുതാം. സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2 അല്ലെ. സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. ആ ഇക്വേഷൻ വെച്ച് സൈൻ സ്ക്വയർ ഒമേഗ ടി നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പം Vm Im ഇൻറ്റു 1 മൈനസ് കോസ് 2 ഒമേഗ ടി ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 2 തീറ്റ ആയിരുന്നു, അതുകൊണ്ടാണ് 2 ഇൻറ്റു ഒമേഗ ടി കൊടുത്തത്. ഇനി ഈ Vm Im മൾട്ടിപ്ലൈ ചെയ്താ Vm Im ബൈ 2 മൈനസ് Vm Im ബൈ 2 കോസ് 2 ഒമേഗ ടി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പവർ ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻറ്റു 2 പവർ ഫാക്ടേഴ്സ് ആണ്. Vm Im ബൈ 2 എന്നൊരു ഫാക്ടറും ഒരു പവർ കോൺസ്റ്റന്റും
അടുത്തത് Vm/m/2 ഇൻറ്റു കോസ് 2 ഒമേഗ ടി എന്നും ഉണ്ടല്ലേ. ഈ ഇക്വേഷൻസ് നിങ്ങൾ നോക്കിക്കോ. ഈ കോസ് 2 ഒമേഗ ടി വന്നതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഡിവൈഡ് മൾട്ടിപ്പിൾസ് ആയി പോകുന്നു. ഒമേഗ ടി, 2 ഒമേഗ ടി, 3 ഒമേഗ ടി എന്ന് വെച്ചിട്ട് ഫ്രീക്വൻസി മൾട്ടിപ്പിൾസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ദിസ് പവർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അതിന്റെ ടോട്ടൽ പവർ എന്ന് പറയുന്ന 0 ആക്കി എടുക്കാം. അങ്ങനെ ഇതിനെ 0 ആക്കി കഴിഞ്ഞാൽ ടോട്ടൽ പവർ ഇത് കോൺസ്റ്റന്റ് തന്നെയാ. Vm/m/2 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് തന്നെയാ, അതിന് ചേഞ്ച് ഒന്നും വരില്ല. പക്ഷെ ഫ്രീക്വൻസി ചേഞ്ച് വരുന്നത് കോസ് 2 ഒമേഗ ടിയിലാണ്. അപ്പൊ അവിടെയുള്ള പവർ നമ്മൾ 0 ആണെന്ന് അസ്യൂം ചെയ്തുകൊണ്ട് ടോട്ടൽ പവർ ഇൻ ദ റെസിസ്റ്റൻസ് വെൻ എ സി ഈസ് അപ്ലൈഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് Vm/m/2 ഓക്കെ. Vm/m/2 ആണ് ടോട്ടൽ പവർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെ Vm/m/2 എന്ന് ടോട്ടൽ പവർ എടുക്കുമ്പോൾ ഇവിടെയുള്ള ഈ 2 ഇല്ലേ, ഇവിടുത്തെ വോൾട്ടേജ് എത്രയാ, കറണ്ട് എത്രയാന്ന് സെപ്പറേറ്റ് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം. Vm ഇത് V ആണ് കേട്ടോ, √2 ഇൻറ്റു Im/√2. എന്തുകൊണ്ടാ √2 പറഞ്ഞ മനസ്സിലായോ? √2 ഇൻറ്റു √2 ഈസ് 2. എനി വാല്യൂവിനെ റൂട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താൽ റിയൽ വാല്യൂ കിട്ടത്തില്ല. അപ്പൊ √2 ഇൻറ്റു √2 2, √3 ഇൻറ്റു √3 3. ഏത് വാല്യൂ ആണെങ്കിലും റൂട്ട് ആണെങ്കിൽ 2 മൾട്ടിപ്ലൈ ചെയ്താൽ റിയൽ വാല്യൂ കിട്ടും. അപ്പൊ ഇവിടെ 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മിസ് എന്ത് ചെയ്തു, Vm/√2 ഇൻറ്റു Im/√2 ചെയ്തു. അപ്പൊ നമ്മുടെ ടോട്ടൽ പവർ ഇത് കിട്ടി അല്ലെ. ടോട്ടൽ പവർ P എന്ന് പറയുന്ന Vm/√2 ഇൻറ്റു Im/√2 എന്ന് ഇങ്ങനെ കിട്ടി. ഇതാണ് പവർ ഇൻ ദ റെസിസ്റ്റർ വെൻ എ സി ഈസ് അപ്ലൈഡ്. അപ്പൊ ശരിക്കും നമ്മൾ പഠിച്ചത് എ സി അപ്ലൈഡ് ടു റെസിസ്റ്റർ ആയിരുന്നു. ഇതൊക്കെ ന്യൂമറിക്കൽ കിട്ടും. മേ ബി 2 മാർക്സിന്റെ പാർട്ട് എയിലോ പാർട്ട് ബിയുടെ ആദ്യത്തെ സെക്ഷനിലോ ഒക്കെ ഡെറിവേഷൻ എഴുതാൻ കിട്ടുന്നതാണ്. നോക്കിക്കോ മക്കളെ, എ സി അപ്ലൈഡ് ടു കപ്പാസിറ്റർ ദ സെക്കൻഡ് വൺ. എ സി അപ്ലൈഡ് ടു കപ്പാസിറ്റർ ആകുമ്പോൾ സിംപ്ലി ഒരു കപ്പാസിറ്റർ സർക്യൂട്ട് ഇങ്ങനെ വരും. ഒരു കപ്പാസിറ്റർ വരയ്ക്കണം. അതിന് എ സി ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം അല്ലെ. എ സി ഇൻപുട്ട് അപ്ലൈ ചെയ്തു. ഒബ്വിയസ്ലി ദ വോൾട്ടേജ് ഹിയർ is V is equal to Vm sin omega t and this be the capacitor C. ഒരു കാര്യം മിസ് പറയാം, ഒരു എ സി ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കപ്പാസിറ്ററിനെ കപ്പാസിറ്റർ എന്നല്ല പറയാ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയും. Why a capacitor is called the capacitive reactance in by the application of ഒരു എ സി എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസറും ഈ ഡെറിവേഷനിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഒരു എ സി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആകും. അതെന്തുകൊണ്ടാണെന്നുള്ള ക്വസ്റ്റ്യന്റെ ആൻസറും ഇത് തന്നെയാണ്. ആൻഡ് വാട്ട് ഇസ് ദ കറന്റ് ത്രൂ ദ കപ്പാസിറ്റർ ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് ആൻ എ സി എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്. ഈ പറയുന്ന ഡെറിവേഷൻ തന്നെയാണ് ആൻസർ. ഇനി കപ്പാസിറ്റർ എപ്പോഴും ഇൻഡക്റ്റീവ് ആകാനുള്ള റീസൺ എന്താന്ന് ചോദിച്ചാലും, കപ്പാസിറ്റർ എപ്പോഴും കപ്പാസിറ്റീവ് ലീഡ് ചെയ്യാനുള്ള റീസൺ എന്താന്ന് ചോദിച്ചാലും അതിന്റെ ആൻസർ ഇത് തന്നെയാണ്. അപ്പൊ ഈ കപ്പാസിറ്റർ ഇൻഡക്ടർ വരുമ്പോഴത്തേനും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻസർ ഇത് രണ്ടും തന്നെ വരാൻ ചാൻസ് ഉള്ളൂ. ഫസ്റ്റ് ഇപ്പൊ എന്താ മിസ് പറഞ്ഞേ, ഒരു കപ്പാസിറ്ററിൽ എ സി അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അതിനകത്ത് ഉണ്ടാവുന്ന കറണ്ടിനെയാണ് എ സി അപ്ലൈ ടു കപ്പാസിറ്റർ എന്ന് പറയാ. അതെങ്ങനെ കിട്ടും എന്നാ നോക്കുന്നത്. ഫസ്റ്റ് ഞാനൊരു കപ്പാസിറ്റർ അപ്ലൈ ചെയ്തു, കപ്പാസിറ്ററിന് വോൾട്ടേജ് അപ്ലൈ ചെയ്തു, സൈൻ വേവ് ഇൻപുട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇനി ഇവിടുന്ന് നമുക്ക് കറണ്ട് എഴുതാൻ വേണ്ടി എങ്ങനെയാണ് കറണ്ട് ഇക്വേഷൻ എഴുതാൻ നോക്കുക. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, ദ കറണ്ട് ത്രൂ ദ കപ്പാസിറ്റർ I is equal to dq/dt. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് റെപ്രസെന്റ് ചെയ്യുക. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടൈമിൽ ക്വാണ്ടിറ്റി ചേഞ്ച് ആവുന്നു. ഏത് ക്വാണ്ടിറ്റിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് അത് ചേഞ്ച് ആവുന്നു. അപ്പൊ ചാർജ് വിത്ത് റെസ്പെക്ട് ടു ടൈം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് ഇസ് ദ കറന്റ് ത്രൂ കപ്പാസിറ്റർ. ബിക്കോസ് കപ്പാസിറ്റർസ് എന്താണ്, 2 പാരലൽ പ്ലേറ്റ് സെപ്പറേറ്റഡ് ബൈ എ ഡൈഇലക്ട്രിക് മീഡിയം സച്ച് ആസ് എയർ ഓർ വാക്വം. എയർ അല്ലെങ്കിൽ വാക്വം കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള 2 പാരലൽ പ്ലേറ്റ് ഡൈഇലക്ട്രിക് ആയിരിക്കും. അത് ആ പ്ലേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കപ്പാസിറ്റർ എന്ന് പറയുന്ന. ഒരു കാര്യം കപ്പാസിറ്റർ ഡൈഇലക്ട്രിക്, ഇതിന്റെ നടുക്കൂടെ കറണ്ട് ഉണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് പോകുന്നൊക്കെ പിള്ളേർക്ക് ചിന്തയുണ്ട്. അങ്ങനെയൊന്നും പോകത്തില്ല, അത് ഡൈഇലക്ട്രിക് ആണ്. ഓക്കെ, അപ്പൊ I is equal to dq/dt. ഇനി വാട്ട് ഇസ് ഡൈഇലക്ട്രിക്? ഡൈഇലക്ട്രിക് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസന്റ് ഹാവ് ദ എബിലിറ്റി ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ബട്ട് it has the ability to pass electricity.
എബിലിറ്റി ടു പാസ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും, ദാറ്റ് മീൻസ് ദ ട്രാൻസ്ഫർ ചെയ്യും, പക്ഷെ ഒരിക്കലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അതാണ് നമ്മുടെ എയർ മീഡിയത്തിൽ കൂടിയല്ലേ നമ്മുടെ ഫുൾ കണക്ഷൻസും വയറും എല്ലാം ഇലക്ട്രിക്കൽ പോകുന്നത്. എല്ലാ കറണ്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മുടെ റോഡ് സൈഡിലൊക്കെ ട്രാൻസ്ഫോമേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്, ലൈൻസ് 3 ഫേസ് അപ്ലൈ പോകുന്നുണ്ട്, വയേഴ്സ് പോകുന്നുണ്ട്, ട്രാൻസ്മിഷൻ വയേഴ്സ് പോകുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ വയേഴ്സ് പോകുന്നുണ്ട്, അതെല്ലാം എയറിൽ കൂടിയാ പോകുന്നത്. പക്ഷെ എയർ കണ്ടക്ട് ചെയ്യുന്നില്ല. കണ്ടക്ട് ചെയ്യുമെങ്കിൽ ഇതെല്ലാം കത്തിപ്പിടിക്കത്തില്ലേ? എയർ കണ്ടക്ട് ചെയ്യില്ല, പകരം എന്തേ ചെയ്തുള്ളൂ, ഇൻസ്റ്റെഡ് ഓഫ് കണ്ടക്ടിങ് ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ട്രാൻസ്ഫർ ഇലക്ട്രിസിറ്റി. ഇതാണ് ഡൈഇലക്ട്രിക്. അപ്പൊ ആ ഡൈഇലക്ട്രിക് കൊണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള 2 പ്ലേറ്റ് ആണ് കപ്പാസിറ്റർ. ഇനി കപ്പാസിറ്റർ, കറന്റ് ത്രൂ ദ കപ്പാസിറ്റർ is I is equal to dq by dt where the charge in the capacitor q is equal to cv. ഓക്കെ, ചാർജിന്റെ കപ്പാസിറ്റർ Q is equal to CV ആണ്. ഇനി ഈ CV എടുത്ത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവാ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? I is equal to d by dt of CV. Okay, that is CB, the constant, C into dV by dt. അല്ലേ? C into dV by dt where the applied voltage V is equal to Vm sin omega t. അപ്പൊ നമുക്ക് I is equal to എന്ത് കൊടുക്കാം? C into d by dt of Vm sin omega t. That is C into Vm into d by dt of sin omega t. This sin omega t ne derivative എടുത്ത് എന്ത് കിട്ടും? cos omega t കിട്ടും. അപ്പൊ C into Vm into cos omega t into omega. That is Vm into C into omega into cos omega t. ആണല്ലോ, ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇൻപുട്ട് ഇൻ ടേംസ് ഓഫ് സൈൻ ഒമേഗ ടി ആയിരുന്നു, സൈനിലായിരുന്നു നമ്മൾ ഇൻപുട്ട് കൊടുത്തത് അല്ലേ? സൈൻ വേവ് ആണ് ഇൻപുട്ട് കൊടുത്തത്. ഇവിടെ ഡെറിവേറ്റീവ് എടുത്ത് വന്നപ്പോൾ നമുക്ക് കോസ് കിട്ടി. സോ ഈ കോസിനെ ഇൻ ടേംസ് ഓഫ് സൈനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാ. ദാറ്റ് ഈസ് വി എം ഇൻറ്റു സി ഇൻറ്റു ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഇവിടെ നമുക്ക് പ്ലസ് കോസ് ഒമേഗ ടി അല്ലേ, അതുകൊണ്ട് ഇവിടെ പ്ലസ് തന്നെയാ. മൈനസ് ആണ് വന്നെങ്കിൽ ഒമേഗ ടി മൈനസ് പൈ ബൈ 2 വന്നേനെ. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ സൈൻ ഒമേഗ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ഒമേഗ ടി ആണ്. സോ കോസ് ഒമേഗ ടിനെ സൈനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഇനി കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വോൾട്ടേജ് ബൈ ദ പാരാമീറ്റർ ആണ്. അത് റെസിസ്റ്റർ ആണെങ്കിൽ R വരും, കപ്പാസിറ്റർ ആണെങ്കിൽ കപ്പാസിറ്റൻസ് വരണം, വോൾട്ടേജ് ബൈ കപ്പാസിറ്റൻസ് കറണ്ട് കിട്ടണം അക്കോർഡിംഗ് ടു ഓംസ് ലോ. ഇൻഡക്ടർ ആണെങ്കിൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ ദി ഇൻഡക്ടൻസ് നമുക്ക് കിട്ടണം അല്ലെ? അപ്പൊ ഇവിടെ ഇപ്പൊ നോക്കിക്കോ, വി എം ഇൻറ്റു സി ഇൻറ്റു ഒമേഗ വേർ സി ഇസ് ദ കപ്പാസിറ്റൻസ് വി നോ ആണല്ലോ. വി എം സി ഇസ് ദ കപ്പാസിറ്റൻസ്, വി എം ഇൻറ്റു സി ഇൻറ്റു ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്നാണ് കിടക്കുന്നത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ബൈ ദ ടേംസ് കറണ്ട് എന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വി എം ഇൻറ്റു സി ഇൻറ്റു ഒമേഗനെ റെസിപ്രോക്കൽ 1 ബൈ ഒമേഗ സി എന്ന് എടുത്താലേ മക്കളെ ഈ 1 ബൈ മേളിലോട്ട് ന്യൂമറേറ്ററിൽ പോയി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഗെയിൻ വി എം ഇൻറ്റു സി ഒമേഗ എന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഇവിടെ ഇപ്പം വി എം ഡിവൈഡ് ബൈ 1 ബൈ ഒമേഗ സി ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്താവുകയും ചെയ്യും? കറണ്ട് ആവുകയും ചെയ്യും. ബിക്കോസ് വോൾട്ടേജ് ഡിവൈഡ് ബൈ ദ പാരാമീറ്റർ ഇസ് കറണ്ട് അല്ലെ, അക്കോർഡിംഗ് ടു ഓംസ് ലോ. അപ്പൊ വി എം ഡിവൈഡ് ബൈ 1 ബൈ ഒമേഗ സി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 അല്ലെ? സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ദാറ്റ് മീൻസ് ഇവിടെ ഇപ്പൊ പറയാം, ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള നോക്കിക്കോണേ, ഐ ഈസ് ഈക്വൽ ടു വി എം ഡിവൈഡ് ബൈ 1 ബൈ ഒമേഗ സി ഇൻറ്റു സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ദാറ്റ് ഇസ് ഐ എം. വി എം ബൈ 1 ബൈ ഒമേഗ സി, വി എം ബൈ ദ ടേം വോൾട്ടേജ് മാക്സിമം കൊടുത്തത് കൊണ്ട് അതിന് ഐ എം എന്ന് പറയാം. ഐ എം സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. Okay, this 1 by omega c is the capacitance constant ഇവിടത്തെ when AC is applied. അപ്പൊ I is equal to Im sin omega t plus pi by 2. This is the required current equation. This is the required current equation. Then what is capacitive reactance? Vm divided by 1 by omega c determines the value of current in AC applied voltage. Therefore, this term is called the capacitive reactance. എന്തുകൊണ്ടാണ്
ഇപ്പൊ എ സി അപ്ലൈ ചെയ്യുമ്പോഴത്തേനും അത് കപ്പാസിറ്റർ അല്ല, കപ്പാസിറ്റർ റിയാക്ടൻസ് എന്ന് പറയുന്നതെന്ന് മനസ്സിലായോ? കാരണം എ സി അപ്ലൈ ചെയ്യുമ്പോഴത്തേനും എന്താ അവിടെ 1/ωc എന്ന് വരും. ആംഗുലർ ഫ്രീക്വൻസിയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ആംഗുലർ ഫ്രീക്വൻസി ഒക്കെ വരുമ്പോൾ അതിനെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്നേ പറയത്തുള്ളൂ, കപ്പാസിറ്റർ എന്ന് പറയില്ല. ഇവൻ ദോ അവിടെ ഡി സി ആണ് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ അത് കപ്പാസിറ്ററായി തന്നെ നിന്നേനെ. ഡി സി ആണ് കൊടുത്തിരുന്നെങ്കിൽ അത് കപ്പാസിറ്ററായി തന്നെ നിന്നേനെ. എ സി കൊടുത്തത് കൊണ്ടാണ് അത് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആയത്. അപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല, കപ്പാസിറ്ററിൽ കറണ്ടായി dq/dt, q = cv, എന്താ i = d/dt. ക്യൂന് cv സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, c കോൺസ്റ്റന്റ് എടുത്തു, ഡെറിവേറ്റീവ് എടുത്തു, ഇവിടം വരെ കിട്ടി, ലീഡ് വരെ കിട്ടി. Vm / 1/ωc into sin ωt plus pi/2, that is Im sin ωt plus pi/2. This Im is എന്താണ്? Vm by 1/ωc is Im ആണല്ലോ. അപ്പോൾ this Vm / 1/ωc is the value of current in applied AC voltage. Therefore, this term is called the capacitive reactance. Okay ആണല്ലോ. അല്ലെങ്കിൽ 1/ωc ഇവിടെ ഒന്നുകൂടി എഴുതാം, where 1/ωc is equal to xc. ഇതും വേണേ, 1/ωc is equal to xc. കപ്പാസിറ്റീവ് റിയാക്ടൻസ് നമ്മൾ xc എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് xc എന്ന് റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് ഈസ് 1/ωc is equal to xc. Then നോക്കിക്കോ, ഇനി പവർ ഇൻ കപ്പാസിറ്റർ അല്ലേ? പവർ ഇൻ ദ കപ്പാസിറ്റർ. As I said earlier, power P is equal to V into I. That is the voltage Vm is sin omega t into what is the current here? Capacitor നമ്മൾ ഈ ഇൻപുട്ട് കൊടുത്തപ്പം, വോൾട്ടേജ് കൊടുത്തപ്പോൾ നമുക്ക് എന്താ കറണ്ട് കിട്ടിയത്? Im into sin omega t plus pi/2 എന്ന് കിട്ടി അല്ലെ? ഈ സൈൻ ഒമേഗ ടി പ്ലസ് pi/2 നമ്മൾ എവിടെയാ കൊടുത്തത്? കോസ് ഒമേഗ ടീനെ ഇൻ ടേംസ് ഓഫ് ഇൻപുട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് സൈൻ ആയിട്ട് മാറ്റിയത്. അപ്പൊ ഇനി നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം വെച്ചാൽ Vm into Im into സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി അല്ലെ? സൈൻ ഒമേഗ ടി ഇൻറ്റു കോസ് ഒമേഗ ടി. ഇനി നമ്മൾ ഇക്വേഷൻ ട്രിഗണോമെട്രി ചേഞ്ച് ആണ് എഴുതി കാണിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾ നേരത്തെ എഴുതി എടുക്കണേ. ഇങ്ങോട്ട് തന്നെ എഴുതാം, എന്നിട്ട് മായ്ക്കും. sin 2a is equal to 2 sin a cos a. 2 sin a cos a. ഇപ്പൊ നമുക്കുള്ളത് sin a cos a ഉണ്ട്, 2 ഇല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? sin 2a/2. ഇതിനെ sin 2a എന്ന് എഴുതിയിട്ട് ഡിവൈഡ് ബൈ 2 കൊടുത്താൽ എന്ത് കിട്ടും? sin a cos a എന്ന് കിട്ടും. ഇക്വേഷന്റെ ഫോർമാറ്റിലായില്ലേ? ഇക്വേഷൻ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. ഈ ഒമേഗ ടീനെ എ ആക്കി എടുത്ത സൈൻ എ കോസ് എ. സൈൻ എ കോസ് എനെ നമുക്ക് എങ്ങനെ മാറ്റാം? sin 2a/2 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് ഇത് ഇത്രയും നിങ്ങൾ എഴുതിയെടുക്കണം, ഞാനിപ്പോൾ എറൈസ് ചെയ്യും. ദാറ്റ് ഇസ് ദ ടോട്ടൽ കറണ്ട് I is equal to Vm, that is the total power P is equal to Vm Im sin 2ωt/2. Okay, 2ωt/2. That is Vm Im/2 ആണോ? ഇൻറ്റു സൈൻ 2ωt. ഇത്ര എഴുതിയെടുക്കണേ. ഈ സൈഡിൽ എഴുതുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കോ. ആവറേജ് ഓഫ് സൈൻ 2ωt is equal to 0. ഓക്കെ, ആവറേജ് ഓഫ് സൈൻ 2ωt 0 ആണെങ്കിൽ Vm Im/2 into 0 എന്നല്ലേ വരിക? ദാറ്റ് മീൻസ് ദ ടോട്ടൽ പവർ ഇൻ ദ കപ്പാസിറ്റർ P is equal to എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. അതായത് Vm/m/2 into 0, that is 0. Average power in the capacitor is 0. ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. ഞാൻ ഇന്നിപ്പോൾ ചെയ്തത് AC അപ്ലൈഡ് ടു റെസിസ്റ്ററും AC അപ്ലൈഡ് ടു കപ്പാസിറ്ററും ആൻഡ് ഇതിൻ്റെ രണ്ടിൻ്റെ പവർ ഇക്വേഷൻസും ആണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫ്രണ്ട്സിന് വീഡിയോസ് കാണാൻ സജസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, മെയിൽ ID കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഡൗട്ട്സ് ഉള്ളത് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി. Then thank you.